ഹരേ കൃഷ്ണ. ഏകാദശി വ്രതം മഹാത്മ്യം മനസ്സിലാക്കാൻ അതിനെ പറ്റിയുള്ള ഒരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നു. അംബരീഷ ചരിതം. അംബരീഷൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഇക്ഷ്വാകു വംശത്തിലെ പ്രസിദ്ധനായ ഭക്തനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. എല്ലാ പ്രജകൾക്കും അദ്ദേഹത്തോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. പ്രജാക്ഷേമ തൽപരനായിരുന്നു അദ്ദേഹം. പ്രജകളുടെ നന്മ മാത്രം കണക്കാക്കി ഭഗവാനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോക്കുന്ന പതിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അനവധി ഏകാദശികൾ നോറ്റു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നലെ ഒരു സംശയം, ഇങ്ങനെ കുറേ ഏകാദശികളും കാര്യങ്ങളൊക്കെ നോറ്റാൽ എൻ്റെ പോവുകയാണെങ്കിൽ എൻ്റെ പദവിക്ക് വല്ല കോട്ടം തട്ടുമോ എന്നൊരു ശങ്ക ഇന്ദ്രന് വരുന്നു. ഇന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയാതെ വളരെ ആലോചിച്ചൊടുക്കം കാലം ദുർവാസാവ് മഹർഷിയെ കാണാൻ പോകുന്നു. ദുർവാസാവ് മഹർഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ദുർവാസാവ് എങ്ങനെയെങ്കിലും ഈ ഏകാദശി വ്രതങ്ങൾ മുടക്കണം, അതിന് വഴി കാണണം. ദുർവാസാവ് അത് സമ്മതിക്കണം. എന്നിട്ട് അപ്പോൾ ദുർവാസാവിനോട് പറഞ്ഞു വെച്ചു. ദുർവാസാവ് ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വഴി നോക്കാം എന്ന് പറഞ്ഞു. ഏകാദശി വ്രതം നോറ്റുകൊണ്ട് പാരണ കഴിക്കേണ്ട സമയമാവുന്ന സമയത്ത് അങ്ങനെ ദുർവാസാവ് അവിടെ അംബരീഷൻ്റെ അടുത്തെത്തുന്നു. അല്ല, മഹാരാജാവി പാലന കഴിക്കേണ്ട സമയം എൻ്റെ ഒരുക്കങ്ങളായിരിക്കുകയാണ്. അല്ല, എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് കഴിയാം. ശരി, എന്നാൽ വേഗം വേണേ, സമയമായി കിട്ടുമോ, അത് മഹർഷിക്ക് അറിയാമല്ലോ, അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മഹർഷി കുളിക്കാൻ പോവുക. മഹർഷി കൽപ്പിച്ച് കൂട്ടിയിട്ട് പുഴയിൽ പോയി കുളിക്കുന്ന സമയത്ത് താമസം വരുത്തി വളരെ നേരം വൈകിച്ചു. അംബരീഷനാണെങ്കിൽ പാലന കഴിക്കേണ്ട സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന സമയത്തുള്ളിൽ പാലന കഴിക്കണമെന്ന് നിയമമുണ്ട്. അതുപ്രകാരം അദ്ദേഹം ചെയ്യാറുള്ളൂ. അത് ഒരു രക്ഷയില്ല, കിട്ടില്ല. ദുർവാസാവ് തിരിച്ചു വരുന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് എടുക്കും കാലം അംബരീഷൻ വെറും ജലം പാനം ചെയ്ത് വ്രതം അവസാനിപ്പിക്കുന്നു. ആ സമയത്തേക്ക് ദുർവാസാവ് ഓടിക്കൊണ്ട് വരികയാണ്. അല്ല, എന്താ ചെയ്ത് കഴിഞ്ഞത്, വ്രതം അവസാനിപ്പിച്ചു എന്ന് ചോദിക്കുക. വ്രതം അവസാനിപ്പിച്ചു, സമയമായി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ജലം കഴിച്ച് ഞാൻ അത് ശരി, ഇനി ഉച്ചിഷ്ടം കഴിക്കാനാണോ ഞാനിവിടെ വന്നത്? ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഉച്ചിഷ്ടം കഴിക്കാനോ? അത് പറ്റില്ല എന്ന് പറഞ്ഞ് വളരെയധികം കോപത്തോട് വിളിച്ച് ദുർവാസാവ് വളരെയധികം ദേഷ്യപ്പെട്ടിരുന്നു. ഭഗവാൻ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് മഹാരാജാവല്ലേ അങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധിക്കുകയാണ്. അപ്പോൾ ഒരു കാലം ഒരു രക്ഷയില്ല. ദുർവാസാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ജലയിൽ നിന്ന് നിലത്തടിക്കുന്നു. അതിൽ നിന്ന് കൃപ എന്ന് പറഞ്ഞുള്ള ഒരു ബോധം വരുന്നു. അങ്ങനെ അംബരീഷൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അംബരീഷനെ ശിക്ഷിക്കാൻ, അംബരീഷനെ കൊല്ലാനായിട്ട് എടുക്കുന്നു. എടുത്തു വരുന്നു. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അംബരീഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേഗം ഭഗവാനെ ശ്രീചക്രത്തെ സ്മരിക്കുന്നു. ശ്രീചക്രം പുറപ്പെടുന്നു. നെറ്റിയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് പറയുന്നത്. വിവേകം വന്ന ഉടനെ തന്നെ ഈ അംബരീഷിനെ ഉപദ്രവിക്കാൻ വന്നില്ല ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ അവരെ കണ്ടം മുറിക്കുന്നു. കണ്ടം മുറിച്ചുകൊണ്ട് മാത്രമായില്ല, പിന്നെയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദുർവാസാവിൻ്റെ വിനായിക്ക് ഓടുകയാണ്. ദുർവാസാവോട് അധികം ചിരിക്കുന്നത്. ദുർവാസാവിൻ്റെ അടുത്ത് ഓടുന്നു. ദുർവാസാവ് ഓടിക്കൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് വീഴുന്നു, ശിവൻ്റെ അടുത്ത് വീഴുന്നു. ഇതെല്ലാം ചെയ്യുന്നു. ഇവരാരും പറയണു, ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അധിപൻ മഹാവിഷ്ണുവാണ്, ചക്രത്തിൻ്റെ, അദ്ദേഹത്തെ പോയി കാണേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദുർവാസാവ് അങ്ങനെ പോവുകയാണ്. ദുർവാസാവോട് പോയിട്ട് വരുന്നതായിട്ട് ചക്രം പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ചക്രം ഓടിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നാലെ. ഒരു ഗതിയും കിട്ടാണ്ട് ഓടി എന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്തിരുന്നു. കാര്യങ്ങൾ എന്താ മഹർഷി ഇങ്ങനെ ഓടി വരുന്നത്? എന്ത് പറ്റിയ മഹർഷിക്ക്? വരാൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹാവിഷ്ണു ചോദിക്കുന്നു. അല്ല, ഇങ്ങനെ സംഭവം ഉണ്ടായി, എന്തോ ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയി. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമം. ഇതിൻ്റെ പിന്നാലെ വരേണ്ട കൂടുതൽ സംസാരിക്കാനുള്ള സമയം കൂടിയില്ല. ഇതെല്ലാം അങ്ങനെ ആ ചക്രത്തെ ഒന്ന് പിന്തിരിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അല്ലാണ്ട് വയ്യ എന്ന് പറയുന്ന ആ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് മഹാവിഷ്ണു പറയും, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ അംബരീഷന് കാവലായിട്ട് അംബരീഷനെ രക്ഷയ്ക്കായിട്ട് ഞാൻ ചക്രത്തെ കൊടുത്തതാണ്. അതിനെ പിൻവലിക്കണമെങ്കിൽ അംബരീഷന് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് ഞാൻ കൊടുത്തത് തിരിച്ചെടുക്കാൻ എനിക്ക് അവകാശമില്ല.
ഞാൻ കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന്. അതുകൊണ്ട് എനിക്ക് തിരിച്ചെടുക്കാൻ അവകാശമില്ല. വേഗം ഒരു കാര്യം ചെയ്യും മഹർഷി, അംബരീഷൻ്റെ അടുത്തേക്ക് പോകൂ. അംബരീഷൻ്റെ അടുത്ത് പോയാൽ വല്ല വഴിയുണ്ടാവും എന്ന് വെച്ചാൽ അംബരീഷൻ്റെ അടുത്ത് എത്തും. അംബരീഷൻ്റെ ഓടി അംബരീഷൻ്റെ അടുത്ത് എത്തണം. അംബരീഷൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പറഞ്ഞാൽ അയ്യോ അങ്ങ് ഞാൻ എന്തൊക്കെയോ അങ്ങേ തെറ്റിദ്ധരിച്ചു, ഞാൻ ചെയ്തു പോയി, അതൊക്കെ വലിയ തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. ഈ ചക്രത്തെ ഇതിൻ്റെ രക്ഷയ്ക്കായിട്ട് പിന്തിരിക്കണം എന്ന് പറയുകയാണ്. അംബരീഷൻ പറഞ്ഞ് വിചാരിക്കുക എന്ത് ചെയ്യാൻ ഭഗവാനെ എന്ന് അംബരീഷൻ മനസ്സിലെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അംബരീഷൻ പറയുന്ന ഒരു വാക്കുണ്ട് അവിടെ. അതായത് ഞാൻ ഇത്ര കാലം ഏകാദശി നോറ്റു, അതേമാതിരി പല കർമ്മങ്ങളും ഞാൻ നല്ലതായി ചെയ്തു. ഈ ചെയ്ത ഇന്നേ വരെ ചെയ്തതായ പുണ്യഫലങ്ങൾക്ക്, പുണ്യകർമ്മങ്ങളുടെ ഫലത്തിന് ഈ ചക്രത്തെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഫലം കൊണ്ട് പിന്തിരിയാൻ സാധിക്കുകയാണെങ്കിൽ ഭഗവാൻ ഈ ചക്രത്തെ പിന്തിരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ആ ചക്രം ഇത് കേൾക്കണു. ആ ചക്രം കേട്ട ഉടനെ തന്നെ ചക്രം തിരിഞ്ഞ് പോകുന്നു. അങ്ങനെ യഥാസ്ഥാനത്ത് ലയിക്കുന്നു. ഇതിൽ നമുക്ക് ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭക്തനോടാണ്. ഭക്തിയാണ് ഏറ്റവും വലുത്. ഭക്തനേക്കാൾ വലുതായി ഭഗവാന് ഒന്നും തന്നെ ഇല്ല എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അംബരീഷ ചെയ്ത കഥ എന്നൊക്കെ പറഞ്ഞിരുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഹരേ കൃഷ്ണ.